ഒരു ദിവസം കൈലാസത്തിൽ ശിവൻ പാർവതിയോട് ചില പ്രപഞ്ച രഹസ്യങ്ങൾ പറയുകയായിരുന്നു. അതിനിടയിൽ അറിയാതെ പാർവതി ചിരിച്ചുപോയി. ഇതിൽ കുപിതനായ ശിവൻ പാർവതിയുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും അതിനാൽ കുറച്ചുനാൾ ഭൂമിയിൽ ചെന്ന് തപസ്സിരിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ശിവകൽപ്പന മാനിച്ച് പാർവതി ഭൂമിയിൽ വരികയും കാവേരി നദീതീരത്ത് തപസ്സിരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഭഗവതി കാവേരി നദീജലം കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കുകയും അതൊരു വൃക്ഷ ചുവട്ടിൽ സ്ഥാപിച്ച് തൻ്റെ തപസ് ആരംഭിച്ചു. ഭഗവതിയുടെ തപസ് അനേക കാലം നീണ്ടുനിന്നു. ഇതിൽ സംതൃപ്തനായ ശിവൻ പാർവതിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും നിഗൂഢമായ ചില പ്രപഞ്ച രഹസ്യങ്ങൾ പാർവതിക്ക് ഉപദേശിക്കുകയും ചെയ്തു. ഗുരുവിൻ്റെ മുഖത്തിൽ നിന്നും വരുന്നത് പോലെ ഒരു അനുസരണയുള്ള ശിഷ്യയുടെ രൂപത്തിലാണ് പാർവതി ദേവി ഇതെല്ലാം കേട്ടുനിന്നത്. അമ്മ അഖിലാണ്ടേശ്വരി എന്ന രൂപത്തിലാണ് തപസ്സനുഷ്ഠിച്ചത്. ആ വൃക്ഷത്തിനുമുണ്ട് ഒരു രഹസ്യം. ഒരിക്കൽ ജംബു എന്ന പേരുള്ള ഒരു മഹർഷി ഞാവൽ പഴവുമായി കൈലാസത്തിലേക്ക് ശിവനെ കാണുവാൻ പോയി. അങ്ങനെ ഞാവൽ പഴം കഴിച്ച ശിവൻ അതിൻ്റെ കുരു തുപ്പിക്കളഞ്ഞു. ശിവന്റെ സ്പർശമേറ്റതിനാൽ ആ കുരു പവിത്രമാണെന്നും അത് ആ മഹർഷി ഭക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ആ മഹർഷിയുടെ തലയിൽ ഒരു ഞാവൽ പഴത്തിൻ്റെ ചെടി പൊട്ടിമുളച്ചു. ഇതിൽ ഭീതി വന്ന മഹർഷി കൈലാസത്തിൽ പോയി ശിവനോടിത് പറഞ്ഞപ്പോൾ കാവേരി നദീതീരത്ത് പോയി നിൽക്കുവാനും ഒരിക്കൽ ആ മരത്തിൽ തൻ്റെ സാന്നിധ്യം വരുമെന്നും പറഞ്ഞു. അങ്ങനെ ശിവകൽപ്പന മാനിച്ച് ആ മഹർഷി കാവേരി നദീതീരത്ത് പോയി നിൽക്കുകയും കാലം ചെല്ലുന്തോറും അദ്ദേഹത്തിൻ്റെ ആ ശരീരം തന്നെ ഒരു വെൺയാവൽ വൃക്ഷമായി മാറുകയും ചെയ്തു. അതേ വൃക്ഷ ചുവട്ടിലാണ് ശ്രീ പാർവതി ശിവലിംഗം സ്ഥാപിച്ച് തൻ്റെ തപസ്സനുഷ്ഠിച്ചത്. അങ്ങനെ ആ ശിവലിംഗത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും ശിവൻ തന്നെ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടും അന്ന് മഹാദേവൻ ആ മഹർഷിക്ക് കൊടുത്ത വാക്ക് പാലിക്കപ്പെടുകയും ചെയ്തു. ആ മഹർഷി എന്നും ഒരു പര്യായ പദമുണ്ടല്ലോ. അങ്ങനെ ആ സ്ഥലത്തിന് ഒരു നാമം ലഭിച്ചു. അതാണ് ഇന്നത്തെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ തിരുവാനൈക്കോവിൽ ജംബുകേശ്വരർ ക്ഷേത്രം. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തിന് തിരുവാനൈക്കോവിൽ എന്ന പേര് വന്നത്? ഒരിക്കൽ കൈലാസത്തിൽ ശിവഗണങ്ങളായ പാശുപദത്തനും മാല്യവനും ഒരു തർക്കത്തിലേർപ്പെട്ടു. അങ്ങനെ അവർ പരസ്പരം ശപിച്ചു. ഒരാൾ ചിലന്തിയായി ജനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാൾ എന്നാൽ താൻ ആനയായി ജനിക്കട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ശാപഫലമായി അവർ കാവേരി നദീതീരത്ത് ഒരു ചിലന്തിയായും ആനയായും ജന്മമെടുത്തു. എന്നാൽ മുജ്ജന്മ വാസന കാരണം പ്രാണികളായി ജന്മമെടുത്തെങ്കിലും അവർ തികഞ്ഞ ശിവഭക്തന്മാരായിരുന്നു. അവിടെ ഒരു വെൺഞാവൻ മരച്ചുവട്ടിൽ ഒരു ശിവലിംഗം കാണുകയും ആന എന്നും നദിയിൽ നിന്നും ജലം കൊണ്ടുവന്ന് ഭഗവാന് അഭിഷേകം ചെയ്യുമായിരുന്നു. എന്നാൽ ചിലന്തിക്ക് വല മാത്രമേ നെയ്യുവാൻ അറിയുള്ളൂ. തൻ്റെ ജ്ഞാനം വെച്ച് ശിവനെ സൂര്യരശ്മിയിൽ നിന്നും കരിയിലകളിൽ നിന്നും സംരക്ഷിക്കണം എന്ന ആ ആഗ്രഹത്തോടെ അവൻ വലിയ വലകൾ നെയ്തു തുടങ്ങി. ഭഗവാനു ചുറ്റും വലകൾ നല്ലതല്ലെന്നു കരുതി ആ ആന അഭിഷേകം ചെയ്യുമ്പോൾ ആ വലയെല്ലാം കളയുമായിരുന്നു. ഇതിൽ കോപം വന്ന ചിലന്തി ഒരു ദിവസം ആനയുടെ തുമ്പിക്കൈയിൽ കയറി പറ്റുകയും ആ കൊടും വിഷം കാരണം ആന തൽക്ഷണം തന്നെ മരിക്കുകയും ചെയ്തു. അങ്ങനെ ആ ചിലന്തിയും ആനയുടെ കൂടെ തന്നെ മരണപ്പെട്ടു. അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ തികഞ്ഞ ശിവഭക്തനായ ആ ആനയ്ക്ക് ശിവൻ ശാപമോക്ഷം നൽകുകയും അനന്തരം അവൻ ശിവഗണമായി തന്നെ കൈലാസത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ ആ ആനയുടെ മരണത്തിന് ചിലന്തി കാരണമായതിനാൽ ശിവൻ അവനെ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിക്കുവാൻ പറഞ്ഞു. തൻ്റെയോടുള്ള ഭക്തി കണക്കിലെടുത്ത് ഭഗവാൻ അവനെ ചോളവംശത്തിലെ കൊച്ചെങ്കണ്ണൻ എന്ന രാജാവായാണ് ജനിക്കുവാൻ പറഞ്ഞത്. ആ രാജാവും തികഞ്ഞ ശിവഭക്തനായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിന് തൻ്റെ മുജ്ജന്മം ഓർമ്മ വരികയും താനൊരു ചിലന്തിയായിരുന്നുവെന്നും ഒരു ആനയെ കൊന്നതിൻ്റെ കാരണമാണ് താൻ മനുഷ്യനായി ഭൂമിയിൽ ജന്മമെടുത്തതെന്നും അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നി.
അങ്ങനെ അദ്ദേഹമാണത്രേ ഇന്ന് കാണുന്ന ജംബുകേശ്വര ക്ഷേത്രം ആദ്യമായി പണിതത്. ഒരു കുട്ടിയാനയ്ക്ക് പോലും കയറാൻ കഴിയാത്ത വണ്ണം ചെറിയ വാതിലുകളാണത്രേ അദ്ദേഹം ക്ഷേത്രത്തിൽ പണിതത്. പിന്നീട് വന്ന രാജവംശങ്ങൾ ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തുവെന്നാണ് ചരിത്രം പറയുന്നത്. ഈ ക്ഷേത്രത്തിന് ചില കൗതുകങ്ങളുണ്ട്. 5 പ്രകാരങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ആദ്യത്തെ പ്രകാരമാണ് ഗർഭഗൃഹം. ഇതിലെ ശിവലിംഗത്തിന്റെ 1/4 ഭാഗവും ജലത്തിൽ തന്നെ മുങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ജലലിംഗമെന്നും പേരുണ്ട്. സ്വയംഭൂ ലിംഗമായിട്ടാണ് ഈ ലിംഗത്തെ വിശേഷിപ്പിക്കുന്നത്. ഗർഭഗൃഹത്തിൽ ശിവലിംഗത്തിന് ചുറ്റുമൊഴുകുന്ന ആ ജലസ്രോതസ് ഏത് കടുത്ത വേനലിലും വറ്റാറില്ലത്രേ. എത്ര വെള്ളമെടുത്തു കളഞ്ഞാലും വീണ്ടും അവിടെയെല്ലാം വെള്ളം കൊണ്ട് നിറയുമത്രേ. ആ ജലത്തിൻ്റെ സ്രോതസ് ഇന്നും അജ്ഞാതം. അവിടെ ശിവനെ ദർശിക്കണമെങ്കിൽ 9 ദ്വാരങ്ങളുള്ള ഒരു കൽജാലകത്തിലൂടെ വേണം ദർശിക്കുവാൻ. അത് മനുഷ്യ ശരീരത്തിലെ നവദ്വാരങ്ങളെയാണ് സ്മരിപ്പിക്കുന്നത്. 2ാമത്തെ പ്രകാരത്തിൽ പ്രദക്ഷിണ വഴിയും ഉപദേവതകളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 3ാമത്തെ പ്രകാരത്തിൽ 1000 തൂണുകളുള്ള കൽമണ്ഡപവും അതിൽ അനേകം ശില്പങ്ങളും 12 രാശിയും കൊത്തിവെച്ചിട്ടുണ്ട്. 4ാമത്തെ പ്രകാരം അഖിലാണ്ടേശ്വരി സ്വരൂപത്തിൽ വന്ന പാർവതി ദേവിയുടെ സന്നിധാനമാണ്. അവിടെയും 796 കൽ തൂണുകളുണ്ടത്രേ. 5ാമത്തെ പ്രകാരം ക്ഷേത്ര മതിലാണ്. ഇവിടെ വിഭൂതി പ്രകാരം എന്നാണ് ഈ ക്ഷേത്രമതിലിന് പേര്. ഇത് പണി കഴിപ്പിക്കുമ്പോൾ ശിവനും ഒരു സാധാരണ തൊഴിലാളിയായി വന്ന് ബാക്കി തൊഴിലാളികളെ സഹായിച്ചെന്നും അവർക്കെല്ലാം അദ്ദേഹം ഭസ്മം വിതരണം ചെയ്തു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ആ മതിലിന് വിഭൂതി പ്രകാരം എന്നാണ് പേര്. ഈ 5 പ്രകാരങ്ങളും സ്മരിപ്പിക്കുന്നത് നമ്മുടെ പഞ്ചകോശത്തെയാണ്. അന്നമയ കോശം, പ്രാണമയം, വിജ്ഞാനമയം, മനോമയം, ആനന്ദമയ കോശം എന്നിവ താണ്ടി നമ്മൾ എത്തുന്നത് ആ പരമേശ്വരനിലേക്ക് തന്നെ. ഇനിയുമുണ്ട് കൗതുകങ്ങൾ. ശ്രീ പാർവതി അഖിലാണ്ടേശ്വരി സ്വരൂപത്തിൽ തപസ് അനുഷ്ഠിക്കുകയും ശിവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും ചെയ്തതിനാൽ ശിവന്റെയും പാർവതിയുടെയും നട അഭിമുഖമായിട്ടാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ശിവന്റെയും പാർവതിയുടെയും ബന്ധത്തിന് ഗുരു ശിഷ്യ എന്നതിനാണ് പ്രാമുഖ്യം നൽകുന്നത്. ആയതിനാൽ തന്നെ ഇവിടെ ശിവന്റെയും പാർവതിയുടെയും തിരുക്കല്യാണം ആഘോഷിക്കാറില്ല. ഇവിടെ ഭക്തിപൂർവം അഖിലാണ്ടേശ്വരിയെ തൊഴുതു കഴിഞ്ഞാൽ ബുദ്ധി, വിദ്യാസമ്പത്ത്, വിവാഹ തടസ്സം മാറുകയും സന്താനലബ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇവിടെ വേറെ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, ഉച്ചപൂജയ്ക്ക് മേൽശാന്തി സ്ത്രീ വേഷത്തിൽ പൂജ ചെയ്യും എന്നുള്ളതാണ്. അതിനു കാരണം ഭഗവതി അഖിലാണ്ടേശ്വരിയായി ശിവനെ ആദരിക്കുകയും ഉപദേശം സ്വീകരിക്കുകയും ചെയ്തല്ലോ. ആ സംഭവത്തെ സ്മരിച്ചുകൊണ്ടാണ് ഇന്നും ആ ആചാരം നടത്തിപ്പോരുന്നത്. അന്ന് ഭഗവതി തപസ്സനുഷ്ഠിച്ച ആ വെൺഞാവൽ വൃക്ഷം ഇന്നും ആ തിരമുറ്റത്ത് നിൽപ്പുണ്ട്. അതിനെ സ്ഥലവൃക്ഷമായി ആദരിച്ചു പോരുന്നു. ഇതെല്ലാമാണ് ആനൈക്കോവിൽ ജംബുകേശ്വരർ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. ഇതുപോലത്തെ കഥകൾ ഇനിയും അറിയാൻ വാസുകി ടോക്സ് ഫോളോ ചെയ്യൂ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.